എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു 6ഓ 7ഓ അനുഭവം ഞാൻ പറയുന്നുണ്ട്. അത് മിക്കവാറും ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ ആയിരിക്കാനാണ് സാധ്യത. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഇതാണോ അനുഭവം എന്നുള്ളത്. ഇത് നല്ല മനോഹരമായിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് അയച്ചെന്നാണ്. ആശ ചേച്ചിയാണ്. കൃഷ്ണ ഗുരുവായൂരപ്പ, എൻ്റെ പേര് ആശ. ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. എനിക്ക് ധാരാളം കൃഷ്ണാനുഭവങ്ങളുള്ള ഒരു വ്യക്തിയാണ്. ഭഗവാന്റെ കൃപ കൊണ്ട് ധാരാളം പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവിടുത്തെ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഭഗവാൻ എനിക്കൊരു വലിയ അനുഗ്രഹം തന്നു. അത് നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഈ കത്ത് എഴുതുന്നത്. 2024 ജൂൺ മാസത്തിൽ ഞാൻ ശരീരമാസകലം നീര് വരുന്നത് കാരണം ഒരു ആയുർവേദ തിരുമ്മൽ ചികിത്സയ്ക്ക് പോയിരുന്നു. ആ സമയത്ത് എൻ്റെ ചെവിയുടെ പുറകു ഭാഗത്ത് ഒരു ചെറിയ ഗ്ലാൻഡ് പോലെ എനിക്ക് തോന്നി. എന്നാൽ ആ സമയത്ത് എനിക്ക് ESR കൂടുതലായത് കാരണം അതുകൊണ്ടുണ്ടാവുന്നതായിരിക്കുമെന്നാണ് കരുതിയത്. എന്നും അലർജി മൂലം ജലദോഷം ഉണ്ടാവാറുള്ള എനിക്ക് ഇപ്പോഴും ESR കൂടുതലായതിനാൽ പിന്നെ ഞാനിത് ശ്രദ്ധിക്കാൻ പോയില്ല. കാരണം ഇത് വളരുന്നുണ്ടായിരുന്നില്ല. 2025 ഫെബ്രുവരി മാസത്തിൽ ഞാൻ ഓഫീസിൽ നിന്നും ഒരു മൂകാംബിക യാത്ര പോയി. തിരികെ വന്നപ്പോൾ എനിക്കൊരു ചെറിയ ചെവിവേദന വന്നു. ജോലി സംബന്ധമായ ഹെഡ്സെറ്റ് ഉപയോഗിക്കേണ്ട എനിക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കി. അങ്ങനെ ഞാൻ അന്ന് തന്നെ ഒരു പ്രഗത്ഭനായ ENT സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പോയി. അദ്ദേഹത്തെ കാണാൻ പുറത്തിരുന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു സംശയം തോന്നി. ഇനി ഈ ചെവിയുടെ പിറകിൽ കണ്ട ആ ഗ്ലാൻഡാണോ ഈ ചെവിവേദനയ്ക്ക് കാരണമെന്ന്. എന്തായാലും ഞാൻ എൻ്റെ സംശയം ഡോക്ടറോട് ചോദിച്ചു. പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ പറഞ്ഞത് ചെവിവേദനയുടെ കാരണം ചെവിക്കകത്തുള്ള പ്രശ്നമാണ്, ചെവിക്കായത്തിൻ്റെ പ്രശ്നമാണ്. അത് ചെവി ഒന്ന് ക്ലീൻ ചെയ്താൽ മാറുമെന്നും, എന്നാൽ ഈ ഗ്ലാൻഡ് ഒന്ന് സ്കാൻ ചെയ്യണമെന്നും, ഇത് ഉമിനീർ ഗ്രന്ഥിയിലെ മുഴയാവാൻ സാധ്യതയുണ്ട് എന്നുമാണ് പറഞ്ഞത്. അങ്ങനെ ചെവി ക്ലീൻ ചെയ്തു, ചെവിവേദന മാറി. ഞാൻ അടുത്ത ദിവസം തന്നെ സ്കാൻ ചെയ്തു. ഡോക്ടർ പറഞ്ഞതുപോലെ ഉമിനീർ ഗ്രന്ഥിയിൽ വരുന്ന ഒരു തരം ട്യൂമറായിരുന്നു. സാമാന്യം നല്ല പോലെ ഉള്ളിലേക്ക് വളർന്നിരുന്ന ട്യൂമർ ഇരിക്കുന്ന പൊസിഷനും വളർച്ചയും കണക്കിലെടുത്ത് ഉടനെ തന്നെ ഒരു ഓങ്കോളജി സർജനെ കാണണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. അങ്ങനെ കിംസ് ആശുപത്രിയിലെ ഓങ്കോളജി സർജനെ ചെന്ന് കാണുകയും ചെയ്തു. പുറമേക്ക് യാതൊരുവിധ ലക്ഷണങ്ങളും ഇല്ലാതെ, ഒരു വേദനയോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാതെ ഇങ്ങനെയൊരു സ്കാൻ ചെയ്യാൻ എന്തായിരുന്നു കാരണമെന്ന് ഡോക്ടർമാർ മുതൽ ലാബ് അസിസ്റ്റൻ്റ് വരെ വിവിധ സെക്ഷനിൽ ജോലി ചെയ്യുന്ന എല്ലാവരും ചോദിച്ചു. എൻ്റെ കൃഷ്ണസ്വാമി കാണിച്ചു തന്നു എന്നല്ലാതെ എനിക്ക് വേറെ മറുപടി ഉണ്ടായിരുന്നില്ല. സർജറിയുടെ തീയതി നിശ്ചയിച്ചപ്പോൾ ഡോക്ടർ സർജറി കഴിഞ്ഞാൽ വരാവുന്ന കുറച്ച് പ്രശ്നങ്ങൾ പറഞ്ഞു തന്നു. ഓർമ്മക്കുറവ് സംഭവിക്കാം, കൺപോളയുടെ പ്രവർത്തനം നിന്നുപോവാം, കേൾവിശക്തി നഷ്ടമാകാം, സംസാര വൈകല്യം ഉണ്ടാവാം, മുഖത്തിൻ്റെ ഷേപ്പ് മാറിപ്പോകാം. ഇതൊക്കെ സാധാരണ സംഭവിക്കാറുള്ളതാണ് എന്ന്. പക്ഷെ ഞാൻ അപ്പോഴും എൻ്റെ കൃഷ്ണസ്വാമിയിൽ വിശ്വസിച്ചു. അദ്ദേഹത്തിന് എങ്ങനെ എന്നെ കാണണമോ അങ്ങനെ കാണുമെന്നും, അദ്ദേഹത്തിൻ്റെ നാമം കേൾക്കണമെന്നുണ്ടെങ്കിൽ കേൾക്കുമെന്നും, അദ്ദേഹത്തിൻ്റെ മഹത്വവും ഞാൻ ഉച്ചത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ പറയുമെന്നും വിശ്വസിച്ചു. ഒടുവിൽ ഓപ്പറേഷൻ തീയതി അടുത്തപ്പോൾ അലർജി ടെസ്റ്റ് നടത്തി. 95% മരുന്നുകൾക്കും അലർജി. സർജറിയുടെ അന്ന് രാവിലെ അനസ്തേഷ്യ ഡോക്ടർ വന്ന് ഞങ്ങളോട് പറഞ്ഞു, കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കാമെന്ന് വിശ്വസിക്കുമല്ലേ എന്ന്. അപ്പോൾ എൻ്റെ അനുജത്തി ചോദിച്ചു, എന്താ ഡോക്ടറെ അങ്ങനെ പറഞ്ഞത് എന്ന്. പിന്നെ ഇത്രയും അലർജിയുള്ള ഒരാളോട് ഞാൻ എന്താ പറയുക എന്ന്. അപ്പോഴും ഞാനും അനുജത്തിയും ഉറപ്പിച്ചു പറഞ്ഞു, ഒരു കുഴപ്പവും ഉണ്ടാവില്ലെന്ന്. ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. ഒരു ലക്ഷണവും ഇല്ലാതെ രോഗം പറഞ്ഞു തന്ന ഭഗവാന് അത് തീർത്തു തരാനും അറിയാമെന്ന്. ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്തെന്നാൽ, ഡോക്ടർ പറഞ്ഞ ഒരു കുഴപ്പങ്ങളും സംഭവിക്കാതെ തന്നെ സർജറി കഴിഞ്ഞു. 1 മാസത്തിനകം ജോലിയിൽ പ്രവേശിച്ചു. അന്ന് ഞാൻ തീരുമാനിച്ചതാണ്, എൻ്റെ ജീവിതത്തിലെ ഓരോ കൃഷ്ണാനുഭവങ്ങളും എല്ലാവരുമായി പങ്കുവെക്കുമെന്ന്. അതിനായി കൂടുന്ന എല്ലാ മാർഗങ്ങളും ഞാൻ ഉപയോഗിക്കുകയാണ്. ഹരേ കൃഷ്ണ. എന്താ ഞാനിത് ഇത്ര വായിക്കാൻ വൈകിയേ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ കുറച്ച് എൻ്റെ വാട്സപ്പ് ചാറ്റിൽ കുറച്ച് പിറകോട്ട് പോയി നോക്കിയതായിരുന്നു. ആരെതെങ്കിലും അങ്ങനെ അയച്ചത് എൻ്റെ ഗ്രൂപ്പിലുള്ള ആരെതെങ്കിലും ചെക്ക് ചെയ്യാനാണ് നോക്കിയത്. അപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വായിച്ചതിൽ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല എന്ന് തോന്നി. അങ്ങനെയാണ് ഞാനിത് വായിക്കുന്നത്. കഴിയുന്നവർ ഗ്രൂപ്പിലേക്ക് വരാൻ ശ്രമിക്കുക കേട്ടോ. മെമ്പർഷിപ്പ് എടുത്തിട്ട് വരാൻ ശ്രമിക്കുക. അപ്പോഴേ എനിക്ക് നിങ്ങളെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും പറയാനും പറ്റുള്ളൂ. അല്ലാത്ത കുറേ ആളുകൾ എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് ഇങ്ങനെ ഗ്രൂപ്പ് മെമ്പേഴ്സായിട്ടുള്ളവർ ഓർമ്മിപ്പിക്കുമ്പോൾ അതെനിക്ക് അവരുടേത് എടുക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ശ്രദ്ധിക്കുക എല്ലാവരും. ഹരേ കൃഷ്ണ.